തൃശൂരിൽ 3 ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. പട്ടിക്കാട് ആൽപ്പാറ കനാലുംപുറത്ത് ഇന്ന് രാവിലെ 9:30ഓടെയാണ് സംഭവം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, 3 ആൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചിരിക്കുന്നത്. ആൽപ്പാറ കനാലുംപുറത്താണ്. ഇന്ന് രാവിലെ 9:30ഓടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു? പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ഈ സംഭവം നടന്നിപ്പോൾ ഏകദേശം 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ 10 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ഈ സംഭവം കണ്ടതായി പറയുന്നത്. മറ്റാരും ഈ സംഭവം കണ്ടതായി പറയുന്നില്ല. ഈ 10 വയസ്സുകാരൻ പള്ളിയിൽ പോയി സൈക്കിളിൽ മടങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഈ റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്ന 3 ആൺകുട്ടികളെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വെള്ള നിറത്തിലുള്ള ഒമിനി വാനിലെത്തി കുട്ടികളുടെ മുഖത്ത് മർദ്ദിച്ച ശേഷം ഈ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയതായി കണ്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞത്. ഈ വിദ്യാർത്ഥിയുടെ മൊഴി അനുസരിച്ച് നാട്ടുകാരുൾപ്പെടെ പീച്ചി പോലീസിൽ വിവരമറിയിച്ചു. പീച്ചി പോലീസും ഒല്ലൂർ ACPയും ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് എത്തി കുട്ടിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞു. സംശയാസ്പദമായിട്ടുള്ള ഈ മേഖലയിലൂടെ കടന്നുപോയ ഈ പറയുന്ന വെള്ള നിറത്തിലുള്ള ഒമിനി വാനുകളെല്ലാം ഇവർ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഓമിനി വാനും പോലീസ് സംഘം പരിശോധിച്ചു. പക്ഷേ അത് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വാനാണ്. സമീപത്ത് തന്നെയുള്ള ഒരു ആളുടെ വ്യക്തിയുടെ വണ്ടിയാണ്. അദ്ദേഹം മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തിരികെ വരുന്നതിനിടെയാണ് ആ CCTVയിൽ പെട്ടത്. രാവിലെ 9 മണിക്കായിരുന്നു ആ CCTVയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ വണ്ടിയും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. ഈ കുട്ടി പറയുന്നതനുസരിച്ചുള്ള ഒമിനി വാനുകളെല്ലാം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് പോലീസ് സംഘം. മാത്രമല്ല കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമയമായിട്ടും ഈ വാർത്ത രാവിലെ 9:30 ഈ വാർത്ത വന്നതിന് ശേഷം 6 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ പ്രദേശത്ത് നിന്ന് ഒരു കുട്ടിയെ പോലും കാണാതായതായിട്ടുള്ള പരാതി ഈ പീച്ചി സ്റ്റേഷനിലോ സമീപ സ്റ്റേഷനിലോ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും പരാതി ലഭിക്കാത്ത സാഹചര്യത്തിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പീച്ചി CIയും പീച്ചി സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന്റെ പുറകിൽ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ പീച്ചിയിലുള്ള ഒരു ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CCTVയിൽ ഇത്തരത്തിലൊരു വാഹനം കടന്നു പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം കണ്ട കുട്ടിയുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് സംഘം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് 6 മണിക്കൂറിന് ശേഷവും അന്വേഷണം തുടരുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിന്ന് ഒരു കുട്ടികളെ പോലും കാണാതായതായിട്ടുള്ള പരാതി ഇതുവരെയും പീച്ചി സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വൃന്ദ.